നമസ്കാരം. സ്നേഹമുള്ള എല്ലാ നന്മയുള്ള ഹൃദയങ്ങൾക്ക് നന്ദി പറയുന്നു. എല്ലാ മനുഷ്യർക്കും നല്ല ചിന്തയുണ്ട്, നല്ലത് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. എല്ലാവരും ജന്മം കൊള്ളുന്നത് ശുദ്ധ മനസ്സോടു കൂടിയാണ്. പക്ഷെ ജീവിതം ഇങ്ങനെ കടന്നു വരുമ്പോൾ ഓരോ സാഹചര്യങ്ങളുമാണ് മനുഷ്യനെ വളരെ മോശമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിന് പല കാരണങ്ങളുണ്ടാവും. കുടുംബത്തിലെ സാഹചര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ, നമ്മളൊക്കെ ചില മനുഷ്യരെയൊക്കെ വളരെ മൃഗീയമായ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ, ക്രൂരമായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, ഇവരെല്ലാവരെയും കാണുമ്പോൾ ഇവരെല്ലാം ഈ ക്രിമിനലായി മാറുന്ന എല്ലാവരെയും നോക്കുമ്പോൾ എല്ലാവരും ഒരു കുഞ്ഞായി ഈ ഭൂമിയിലേക്ക് വന്നിട്ടാണ് പിന്നീട് ഇത്തരം പേരുകൾക്ക് അർഹരാകുന്നത്. അപ്പോൾ ഭൗതികമായ വിഷയങ്ങളുടെ താല്പര്യത്തിൻ്റെ പുറകെ പോയിട്ട് അത്തരം മതപതനങ്ങളിൽ പെട്ടുപോകുന്നവരും, അതുപോലെ തന്നെ ആത്മീയപരമായ വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ അവരറിയാതെ തന്നെ അവരെ തേടി വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. പൊതുവെ ഔലിയാക്കന്മാരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണല്ലോ, അപ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് തെറ്റുകുറ്റങ്ങളൊന്നും വരാൻ പാടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും. അത് സ്വാഭാവികമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്ത് മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് പറയുന്നു. ഈ അള്ളാഹു സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളിലും നല്ലതും ചീത്തയും ഒക്കെ ഉണ്ട്. അപ്പോൾ അള്ളാഹു സൃഷ്ടിച്ച ഈ മനുഷ്യരൊക്കെ, അല്ലെങ്കിൽ മൃഗങ്ങളായാലും മനുഷ്യരായാലും പക്ഷികളായാലും ഇഴജന്തുക്കളായാലും എല്ലാ സാധനങ്ങളെയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാരുണ്യമുള്ളതും കാരുണ്യമില്ലാത്തതിനെയും കാണാം. അപ്പോൾ അള്ളാഹ്ക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയോ? എല്ലാവരും അങ്ങോട്ട് നന്മയുള്ളവരാക്കി അങ്ങോട്ട് സൃഷ്ടിച്ചാൽ പോരെ? അപ്പോൾ അള്ളാഹു ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം, പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന് കരുണയില്ലാത്ത ആളുകളെ സൃഷ്ടിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. കരുണ എന്ന് പറയുന്നത് അനുഭവങ്ങളിലൂടെ നേടിയെടുക്കുന്ന ഒരു വലിയ വിഷയമാണ്. സൂഫികളിൽ സുഹൃദ് എന്ന് പറയുന്ന ഒരു വാക്ക് സർവസംഘ പരിത്യാഗം എന്നാണ് പുറമെ പറയാറ്. അതായത് നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ സർവസംഘ പരിത്യാഗം എന്ന് പറയുമ്പോൾ എല്ലാം ത്യജിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. ഞാൻ പറയട്ടെ, ഒരു മനുഷ്യൻ അയാൾ വെറുതെ ഇരിക്കുന്നു, അയാൾക്കൊരു പ്രശ്നങ്ങളുമില്ല, അയാൾക്കൊരു കുഴപ്പങ്ങളുമില്ല, അയാളൊരു സ്ഥലത്ത് സുഖമായി നിന്നും കുടിച്ചും ജീവിക്കുന്നു. അയാൾക്ക് തെറ്റേതാണ് ശരി ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അയാൾ ഓരോ വിഷയങ്ങളിൽ ഇടപെട്ട് പോയി ആ അനുഭവങ്ങളിലൂടെ അദ്ദേഹം ഓരോ വിഷയങ്ങളുടെയും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കാനും, അങ്ങനെ സർവ്വതിനോടും ഒരു വെറുപ്പ്, ഏതാണ് ഈ കാണുന്നതെല്ലാം സൃഷ്ടിയാണ്, ഞാനും സൃഷ്ടിയാണ്, എല്ലാ സൃഷ്ടിയും അള്ളാഹുവിൻ്റേതാണ്, എല്ലാ വസ്തുക്കളും ഇവിടെ തലയുയർത്തി എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാലും ഒരിക്കൽ തല താഴ്ത്തും. ഇത് നിസ്കാരത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത്. തല ഉയർത്തി കൈകെട്ടി നമ്മൾ ഭയങ്കര ഗാംഭീര്യത്തോടുകൂടി നിന്നിട്ട് പിന്നെ നമ്മൾ സുജൂദിലേക്ക് പോകണം. ഈ നിസ്കാരത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്തിനാണ് നിൽക്കുന്നത്, എന്തിനാണ് കുമ്പിട്ട് നിൽക്കുന്നത്, എന്തിനാണ് സുജൂദിൽ പോകുന്നത്,
എന്തിനാണ് അത്തഹിയാത്തിലിരിക്കുന്നത്? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശരിയായ റൂട്ടാണത്. നിൽക്കുന്നവൻ കുറച്ച് കഴിയുമ്പോൾ ഇരിക്കും, ഇരിക്കുന്നവൻ കിടക്കും. പിന്നെ പോകാനുള്ളത് അവൻ നോക്കിയ സ്ഥലമാണ്. അവൻ നിന്നുകൊണ്ട് നോക്കുന്ന സ്ഥലം മണ്ണിൻ്റെ അടിയിലേക്ക് പോകാനുള്ളവനാണ്. അപ്പോൾ ആ മണ്ണിൻ്റെ അടിയിലേക്ക് പോകാൻ പോകുന്ന മനുഷ്യൻ അല്ലാഹു അക്ബർ എന്നും പറഞ്ഞ് കൈകെട്ടുമ്പോൾ ഇവിടെ കൈയഴിച്ചു കഴിഞ്ഞാൽ ഭൗതികമായ കാഴ്ചകളുടെ പുറകെ നമ്മൾ ഓടി നടന്നിട്ട് നമ്മൾക്ക് ഭൗതികതയിൽ മരിക്കാം. മറിച്ച് ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടിയാണ് ഈ ഭൂമിയിൽ ജനിച്ചതെന്നും എൻ്റെ മരണം എൻ്റെ റബ്ബിന് വേണ്ടി ആയിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക്. ഇവിടെ പൊതുവേ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ചില തീവ്രവാദികൾ പറയുന്ന വാക്കുകളല്ല. കാരണം ചില തീവ്രവാദികൾ ഇസ്ലാമിൻ്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഷഹീദിൻ്റെ കൂലി കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് മറ്റുള്ളവരെ കൊല്ലാൻ പോണ പരിപാടി. ഞാൻ ആ വിഷയമല്ല സംസാരിക്കുന്നത്. സൂഫികൾ അങ്ങനെ ഒരു റൂട്ടിൽ വന്നവരല്ല. പലതരം സൂഫികളുണ്ട്. ഇപ്പോൾ നമ്മൾ ഏർവാടി ഇബ്രാഹിം ബാദുഷാനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് സൂഫി എന്ന് വിളിക്കാൻ പറ്റുമെന്ന് വളരെ ആലോചിക്കണം. കാരണം അവരിവിടെ വന്നു, ദീനീ പ്രബോധനം നടത്തി, അതിൻ്റെ പേരിൽ യുദ്ധം നടത്തി. അപ്പോൾ പ്രബോധനവുമായി വന്ന ആളുകളുണ്ട്. പ്രബോധനം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ആർക്കും ഒരു ശല്യവുമില്ലാതെ എല്ലാവരും സ്നേഹിച്ചു പോകുന്നൊരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. രണ്ടാമത് പറഞ്ഞ വിഭാഗത്തിനെ കുറിച്ച്, ആദ്യം പറഞ്ഞ വിഭാഗത്തിനെ കുറിച്ചല്ല. ഒരു കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചു, ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ വേണ്ടി ഇവിടെ സർവ്വരും യുദ്ധം വെട്ടി അവർ പോയി. അപ്പോൾ ആ യുദ്ധം ശരികേടാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പോൾ ഒരു കുഴപ്പത്തെ നീക്കം ചെയ്യാൻ ഒരു യുദ്ധം വേണ്ടി വന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമുക്കെന്തും പറയാനുള്ള അവകാശം നേടിത്തന്നു. ആര്? ഗാന്ധിജിയെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ. അപ്പം അവരെല്ലാം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് നമുക്ക് മറ്റുള്ളവരെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് അതാണല്ലോ, പരിഹാസങ്ങളാണല്ലോ. മറിച്ച് ബ്രിട്ടീഷുകാർ തന്നെ ഇവിടെ ഭരണം നടത്തുകയാണെങ്കിൽ നമുക്കൊന്ന് തമാശ പറയാനോ ചിരിക്കാനോ പറ്റുമായിരുന്നോ? ശരിക്കൊന്ന് ആലോചിക്കണം. അപ്പോൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വണ്ടിക്ക് പോകുമ്പോഴൊക്കെ ഗാന്ധി പ്രതിമ കാണുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ആലോചിക്കണം. ഇത്രയും ഭംഗിയായിട്ട് കാറൊക്കെ ഓടിച്ചും പോകാൻ പറ്റണത് ഇവരൊക്കെ ജീവൻ കളഞ്ഞത് കൊണ്ടാണ് എന്നുള്ളൊരു ബോധം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിലാണ് ഈ കാരുണ്യം എന്ന് പറയുന്നൊരു സാധനം നമുക്കുണ്ടാവുള്ളൂ. പക്ഷെ പലർക്കും അതില്ല. എല്ലാവരും അത് മറന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആത്മീയമായി സഞ്ചരിക്കുന്ന ആളുകൾക്കും പ്രശ്നങ്ങളുണ്ട്. അത് അവരറിഞ്ഞു വരുന്നതല്ല, അറിയാതെ വരുന്നത്. അവരെ സ്നേഹിക്കുന്നവരിൽ നിന്ന് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളുണ്ടാവും. അത് പ്രവാചകൻ്റെ ആ ഒരു റൂട്ട്, ആ റൂട്ടിലാണ് ഇവരുടെയും യാത്ര. അപ്പോൾ പ്രവാചകൻ എന്ത് ജീവിതത്തിൽ പകർത്തി കാണിച്ചു പോയോ അതിൻ്റെ ഒരു റൂട്ട് ഇവരിലേക്കും വരുന്നത് കൊണ്ടിട്ട് ഇവർക്കും ഏതാണ്ട് അതേ അനുഭവം ഉണ്ടാകും. അപ്പോൾ തായിഫിൽ നിന്ന് റസൂലിന് കല്ലേറ് കൊണ്ടു, എന്തെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങൾ നബിക്ക് കേൾക്കേണ്ടി വന്നു. റസൂല് ഈ ഭൂമിയിൽ നിന്ന് വഫാത്തായി പോയിട്ട് ഇന്നും ഈ പറയുന്ന ആക്ഷേപങ്ങൾക്ക് വല്ല കുറവുണ്ടോ? പുതിയ യുക്തിവാദികളും അവരൊക്കെ വന്നുകൊണ്ടിട്ട് പ്രവാചകനെ പരിഹസിക്കുന്നത് നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അബൂലഹബിൻ്റെയും അബൂജഹലിൻ്റെയും ഒരു പാരമ്പര്യവും നമ്രൂദിൻ്റെയും ഫറോവയുടെയും ഒരു പാരമ്പര്യവും അതുപോലെ തന്നെ പ്രവാചകന്റെ അനുയായികളായ പാരമ്പര്യവും ഇവിടെ കടന്നു പോകുന്നുണ്ട്. അപ്പം അത് ഇവിടെ നിലനിന്നുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും നാശമുണ്ട്. അതിൽ ആരാണ് ശരിക്കും നശിക്കുന്നതെന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അപ്പം അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ അറിവിൽ നിന്ന് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും അവനോടുള്ള അടങ്ങാത്ത ഇഷ്കും, ഈ വിശ്വാസത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നുമാണ് ഇഹലോകത്തോടുള്ള വിരക്തിയും പരലോക ജീവിതത്തോടുള്ള ആഭിമുഖ്യവും ഉണ്ടാകുന്നത്. ഇഹലോകത്തോടുള്ള വിരക്തി, പരലോക ജീവിതത്തോടുള്ള ആഭിമുഖ്യവും ഉണ്ടാകുന്നത് ഇതിൻ്റെ സൃഷ്ടിയാണ്. എന്തിൻ്റെ സൃഷ്ടി? ഈ വിശ്വാസത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും ഇഹലോകത്തോടുള്ള
അപ്പൊ സുഹൃദ് എന്ന് പറയുന്ന അള്ളാഹുവിനോട് സാമീപ്യം സിദ്ധിച്ചിട്ടുള്ള ഔലിയാക്കളിൽ മാത്രമേ സുഹൃദ് കാണപ്പെടുകയുള്ളൂ. അപ്പൊ ഭൗതികമായ താല്പര്യങ്ങളോട് ഭയങ്കര സ്നേഹം, ഈ ലോകത്തിനോട് ഭയങ്കരമായ സ്നേഹമുള്ള ആൾക്കാരോട്, ഈ ലോകത്തിനോട് വിരക്തി ഉണ്ടാകാൻ എനിക്ക് എന്ത് വരുന്നു? അവൻ്റെ നേരെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓരോ നല്ല കാര്യം ചെയ്യുമ്പോഴും അവനിക്ക് തടസ്സം. അവൻ ആരെങ്കിലും സ്നേഹിച്ചാൽ അവരിൽ നിന്ന് വെറുപ്പ്, അല്ലെങ്കിൽ അവരോട് ആത്മാർത്ഥമായിട്ട് ഇടപഴകിപ്പോയി കഴിഞ്ഞാൽ അവരിൽ നിന്ന് മോശമായ അനുഭവങ്ങൾ. ഇതെല്ലാം മനഃപൂർവ്വം ഉണ്ടാകുന്നതല്ല, ഇതെല്ലാം വരണം. ഇപ്പോൾ മറിയം ബീവിയുടെ ചരിത്രം നോക്കുമ്പോഴും അങ്ങനെ തന്നെയല്ലേ. ഒരു പെണ്ണ് അവര് ദൈവത്തെ സ്നേഹിച്ച് സൂക്ഷിച്ച് ഒരു പുരുഷനെ പോലും കാണാതെ എത്രയോ സൂക്ഷ്മമായി ജീവിച്ചപ്പോൾ അവർ ഗർഭം ധരിച്ചു. ആരവരെ ഗർഭം ധരിപ്പിച്ചു? അവർക്ക് ചിന്തിക്കാം, ഞാൻ ദൈവത്തെ ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് എനിക്കെന്തിനാണ് ഇങ്ങനെ ഒരു വിധി വന്നത്, ഇങ്ങനൊരു ദുർവിധി വന്നത്? എന്നെന്തിനാണ് ഇങ്ങനെ മോശമാക്കിയത്? ജനങ്ങൾ ചോദിക്കുകയാണ്, പരിഹസിക്കുകയാണ്. ആരാണ് നിന്നെ ഇങ്ങനെ ആക്കിയത്? ആ നാട് വിട്ട് തന്നെ പോകേണ്ട വന്ന ചരിത്രം നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തിനാണ് ഇത്രയും സൂക്ഷ്മമായിട്ടിരുന്നിട്ടും അങ്ങനെ ഒരു പണി വന്നു പെട്ടതിൻ്റെ അതൊരു പരീക്ഷണം. അത് സൂഫികൾക്ക് മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ, അല്ലാത്ത സാധാരണ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ? അപ്പം ഞാൻ ചോദിക്കുന്നതാണ്, ഈ കഥ കേൾക്കുന്ന നിങ്ങളുടെ വീട്ടിലുള്ള ഒരു പെണ്ണിന് ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായാൽ അംഗീകരിക്കുമോ? എല്ലാവരും സലാത്ത് ചെല്ലുന്നവരായിരിക്കും, നിസ്കരിക്കുന്നവരായിരിക്കും, നോമ്പ് പിടിക്കുന്നവരായിരിക്കും, മറിയത്തിൻ്റെ കഥ പറയുന്നവരായിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അതുപോലൊരു സംഭവം നിങ്ങളുടെ കുടുംബത്തിലൊരു കുട്ടിക്ക് വന്നാൽ മറിയം ബീവിയെ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അള്ളാഹുവിൻ്റെ റസൂലിനെ ഭയങ്കരമായി സ്നേഹിക്കുന്ന ആളുകളുണ്ട്. നബിയുടെ പേരൊക്കെ പറഞ്ഞ് സലാത്തും അതും ഇതും ഒക്കെ നടത്തി ഭയങ്കര ആവേശത്തോടുകൂടി നബിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നബിയുടെ ചര്യ പിൻപറ്റണമെന്നൊക്കെ പറയുമ്പോൾ, സ്വന്തം മകൻ 40 വയസ്സുള്ളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? നല്ല രീതിയിൽ തന്നെ മകൻ നല്ല രീതിയിൽ തന്നെ ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരു വിവാഹം കഴിക്കാൻ തയ്യാറായാൽ ഈ റസൂലിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ? തൻ്റെ മകൻ ചെയ്തതിൻ്റെ പേരിൽ തൻ്റെ മകൻ ഏറ്റവും വലിയ മോശക്കാരനാണെന്ന് പറയുമ്പോൾ റസൂൽ ചെയ്ത പ്രവൃത്തി നല്ലതാണോ ചീത്തയാണോ എന്ന് ഈ പറയുന്നവനൊന്ന് ആലോചിക്കണം. അപ്പം നമ്മളറിയാതെ തന്നെ നമ്മൾ പ്രവാചകനെയും മോശമാക്കുന്നുണ്ട്, പ്രവാചകൻ്റെ ഗുണവും പറയുന്നുണ്ട്. അങ്ങനെ ഓരോ വിഷയങ്ങളും എടുത്ത് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കണം. അപ്പം മടവൂർ ഷൈഖുന സിയം വലിയുല്ലാഹി അവരും ആത്മീയ ലോകത്തേക്ക് കടന്നു വന്നു. അവരുടെ ഒരു മഹത്തായ സ്വഭാവ ഗുണമാണ് സുഹൃദ് എന്ന് പറയുന്നത്. ഏറ്റവും അധികം ഭൗതിക സുഖങ്ങളിൽ നിന്നും ആധുനിക ചുറ്റുപാടുകളിൽ നിന്നൊക്കെ ആടെ ഒഴിഞ്ഞു മാറി കുട്ടിക്കാലം മുതലേ സൽബന്ധാവിലൂടെ ജീവിതം നയിച്ച മഹാനായ ഷെയ്ഖുന. ആ ഷെയ്ഖുന, ഈ ഷെയ്ഖുന എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട് കേട്ടോ. നേതൃത്വം കൊടുക്കുന്നവൻ, നേതൃത്വം കൊടുക്കുന്നവൻ, നേതാവാണ്. ആരുടെ നേതാവ്? അള്ളാഹുവിലേക്ക് ആളുകളെ അവരുടെ അരികിലേക്ക് വരുന്നത്, പോയിട്ട് ക്ഷണിക്കലല്ല. എല്ലാവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വാ മുസ്ലിമായിക്കോ മുസ്ലിമായിക്കോ എന്ന് പറയുന്നവരല്ല. അവരെ ശരിയാക്കാനുള്ള, ഇവിടെ മുസ്ലിമും മറ്റൊന്നും അല്ല അവരുടെ റൂട്ട്. അവർ ഈശ്വര ചിന്തയിലേക്ക്, ഞാൻ മരിക്കാനുള്ളവനാണെന്നുള്ള ബോധം. റസൂൽ പഠിപ്പിച്ചൊരു പാഠമുണ്ട്, മൂത്തു കബലാനത്തെ മൂത്തു, മരിക്കുന്നതിന് മുമ്പൊന്ന് മരിക്കണം. അങ്ങനെ മരിക്കുന്ന ആൾക്കാരാണ് ഇവർ. അതുകൊണ്ട് അവരുടെ ജീവിതത്തിലെല്ലാം പ്രശ്നങ്ങളായിരിക്കും. ആ പ്രശ്നങ്ങളോട് വന്ന് അവരതിൽ നിന്നൊക്കെ ഇങ്ങനെ പയ്യെ എല്ലാത്തിൽ നിന്നും മാറി അവരൊരു ഏകാന്തമായൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അള്ളാഹു അവരുടെ നേരെ മനഃപൂർവ്വം ഇട്ടുകൊടുക്കുന്ന പരീക്ഷണങ്ങളാണിതെല്ലാം. ആ ത്യാഗം, അവരുടെ ആ ത്യാഗം കൊണ്ട് അവർ ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്തും. അപ്പോൾ വളരെ ചെറുപ്പം മുതലേ തന്നെ സൂക്ഷിച്ചു പോയി കടന്നു വന്ന് അവസാനം എല്ലാം ഉപേക്ഷിച്ച് മൂപ്പൻ്റെ വീട്ടിൽ മരണപ്പെടുന്നത് വരെ ഒരു മുറിക്കുള്ളിൽ തന്നെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും കിടന്നുകൊണ്ട് തന്നെ
എത്രയോ ആളുകൾ അവിടെ സന്ദർശകരായി കടന്നു വന്നു. അതിലെത്രയോ പേർക്ക് അവിടെ നിന്നും ആശ്വാസങ്ങൾ ലഭിച്ചു. അതിനെക്കുറിച്ച് പറഞ്ഞാലൊന്നും ഇവിടെ തീരില്ല കഥ. പക്ഷെ ഒരു ഭാഗം ആൾക്കാർ പറയും അവർക്ക് ഭ്രാന്താണ്, അവർക്ക് വട്ടാണ് എന്നൊക്കെ പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ വട്ടുള്ളവരും ഭ്രാന്തുള്ളവരും പറഞ്ഞ കാര്യം കൊണ്ട് ഒരുപാട് പേർക്ക് ആശ്വാസം കിട്ടിയിരിക്കുകയാണ്. ബോധമുള്ളവരെ കൊണ്ടിട്ട് ഒരാൾക്കും ആശ്വാസം കിട്ടണില്ല, ഈ ഭ്രാന്തനെ കൊണ്ടാണ് ആശ്വാസം. അപ്പം ഇതെല്ലാം പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. എളുപ്പത്തിൽ നമുക്ക് ഒരാളെ നോക്കിയിട്ട് പരിഹസിക്കാൻ കഴിയും, പക്ഷെ അയാൾ എന്താണെന്ന് തിരിച്ചറിയാൻ കുറേ സമയമെടുക്കും. നമ്മൾ മടവൂരിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു ഹാല്, മറ്റത് മറിച്ചത്, അത് ഇത് ഒക്കെ ഇങ്ങനെ പറയും. അവർ ഇപ്പോഴും 24 hours ഇങ്ങനെ ചിന്തയിലിരുന്നു കൊണ്ട് പ്രാർത്ഥനയിലായിരിക്കും എന്നൊക്കെ ഈ വയത് പറയണവർ വർണ്ണിച്ച് അങ്ങോട്ട് ഇല്ല. അവർ സാധാരണ രീതിയിൽ തന്നെ അവർ എല്ലാത്തിൽ നിന്നും കഴിയുന്നതും ഭൂരിഭാഗം അവരുടെ ഭക്ഷണത്തിലെ നിയന്ത്രണം, ആവശ്യമില്ലാത്ത ആളുകളായിട്ടുള്ള ഇടപഴകൽ, ഭൂരിഭാഗം ഇടപഴകലും തന്നെ മനസ്സിലാക്കുന്ന ആളുകളുമായിട്ട് ഇടപഴകാൻ ശ്രമിക്കുകയും ഈ ഇടപഴകുന്ന ആൾക്കാർ ശരിയല്ലെങ്കിൽ അവർക്ക് മോശപ്പേരുണ്ടാവുകയും ചെയ്യും. അതും ഒരു രസകരമായ കാര്യമാണ്. ചില ആൾക്കാർ കാര്യം കാണാൻ വന്ന ആൾക്കാരുണ്ടാവും. അത്തരം ആൾക്കാർക്ക് കാര്യം നടന്നില്ലെങ്കിൽ പിന്നെ തിരിച്ചും പറയും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ മടവൂർ ഷെയ്ഖിൻ്റെ കിടപ്പുറയിൽ ഫാനൊക്കെ ഉണ്ടായിരുന്നു, കിടക്കയുണ്ടായിരുന്നു, കുളിമുറി, മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ അതെല്ലാം ഉണ്ടെങ്കിലും അവയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ, അതിനൊന്നും വലിയ മാനസികമായ താല്പര്യം കൊടുക്കാതെ, എല്ലാവിധ സൗകര്യങ്ങളുണ്ടായിട്ടും അവയോടൊന്നും മാനസികമായി അടുപ്പമില്ലാതിരിക്കുക എന്നത്, ഇതാണ് കണ്ട് ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന എൻ്റെ ഒരു ഗുരുനാഥനുണ്ടായിരുന്നു. ഒരിക്കലും ഞാൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ നിന്നൊരു പാട്ട് കേൾക്കുന്നുണ്ട്. ഒരു സിനിമാ പാട്ടാണ്. അദ്ദേഹം നല്ലൊരു ആലിമാണ്. അപ്പം ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ പാട്ട് ഇങ്ങനെ റേഡിയത്തിലുണ്ട്, പുള്ളി നിസ്കരിച്ചു കൊണ്ട് നിൽപ്പുണ്ട്. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു. അപ്പം എനിക്കും ആശയക്കുഴപ്പമായി, പാട്ടൊക്കെ വെച്ച് നിന്ന് നിസ്കരിക്കാം. എന്നാൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പാട്ട് ഓഫ് ചെയ്തു. ഞാൻ ചോദിച്ചു, അല്ല എന്താ പാട്ടൊക്കെ വെച്ചിട്ട് നിസ്കരിക്കുന്നത്? അല്ല, ഞാൻ നിസ്കരിച്ചതാണ്, ഞാൻ ഒന്നും കൂടി നിസ്കരിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ട് വെച്ചിട്ട് ഞാനൊന്ന് നിസ്കരിച്ചു നോക്കിയതാണ്. എൻ്റെ ശ്രദ്ധ പാട്ടിലേക്കാണോ പോണത് അതോ റബ്ബിലേക്കാണോ പോണതെന്ന് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. ഇതാണ് ഒരു മനുഷ്യൻ ചെയ്യുന്നത്. എൻ്റെ മനസ്സ് തെറ്റുകളുണ്ടെങ്കിലും ആ തെറ്റുകളിൽ പെടാതെ ശരിയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പരിശ്രമത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നേ പറ്റുള്ളൂ, എങ്കിലാണ് പരിശ്രമിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതെല്ലാം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒട്ടും മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റൂല. ഔലിയാക്കന്മാരെ വേർതിരിച്ചറിയുവാൻ സഹായിക്കുന്ന വേറൊരു കാര്യമുണ്ട്. അവരിൽ നിന്നും ഇടയ്ക്കിടെ പ്രകടമാകുന്ന കറാമത്തുകൾ, പിന്നെ മുഅ്ജിസാത്തുകൾ എന്നൊക്കെ പറയും. മുഅ്ജിസാത്തുകൾ നബിമാരിൽ നിന്നുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും കറാമത്തുകൾ തന്നെയാണെങ്കിലും ഔലിയാക്കളിൽ നിന്നും ഉണ്ടാകുന്നതും ഇത് തന്നെയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ അത്തരം സംശയങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മറിയം ബീവിയുടെ ചരിത്രം. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറിയം ബീവിയുടെ ചരിത്രവും അതുപോലെയുള്ള ഓരോ മൂസാ നബിയുടെ ചരിത്രവും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം ഒക്കെ എടുത്തു നോക്കും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് കുട്ടികളില്ലാതെ ഇരുന്നിട്ട് ഒടുവിലൊരു കുട്ടി ഉണ്ടായി. പിന്നെ ആ കുട്ടി വളർന്നൊരു പക്വതയിലെത്തിയപ്പോൾ ആ കുട്ടീനെ അറക്കാൻ പറയുകയാണ്. അപ്പം നമ്മൾ ആലോചിക്കുന്നത് എന്തൊരു അന്തയാണ്, ഒരു കൊച്ച് ഇല്ലാതെ വിഷമിച്ചൊരു കുട്ടീനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പം കൊല്ലാൻ പറയും. പക്ഷെ അത് അപ്പാടെ അനുസരിച്ചുകൊണ്ട് അത് ചെയ്യാൻ പോയപ്പോൾ ഉണ്ടായ ആ ഒരു അത്ഭുതത്തിൽ നിന്നാണ് ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പക്ഷെ ബലിപെരുന്നാൾ കുറേ മൃഗങ്ങളെ അറുത്തുകൂട്ടി മാംസം ഭക്ഷിച്ച് എല്ലാവരും നടത്തുന്നുണ്ട്. അത് ഓരോ
ഓരോരുത്തരുടെ ഓരോ കാഴ്ചപ്പാടുകളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരു കാര്യം, അവിടെ ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് ആട്ടിൻകുട്ടി, മുട്ടനാടിനെ കൊടുത്തിരുന്നെങ്കിൽ പ്രശ്നമായിരുന്നു. ആട്ടിൻകുട്ടി എന്ന് പറയുമ്പോൾ സ്നേഹനിധിയാണ്, നമുക്ക് ഏത് കൊച്ചിനും പോയി അടുത്ത് നിൽക്കാം. അപ്പം അത്രയും കാരുണ്യമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായി ആര് മാറി? ഇബ്രാഹിം നബി അലൈഹി സ്വലാം മാറി. അതിനാണ് ആടിനെ സമ്മാനം കൊടുത്തത്. അത്രയും ശുദ്ധമായ മനസ്സിൻ്റെ ഉടമ. പക്ഷെ കഥ എങ്ങനെയൊക്കെയോ മാറിത്തിരിഞ്ഞ് അതൊരു ബലിപെരുന്നാളായി മാറി. മൃഗങ്ങളെ ബലിയർക്കുന്ന അവസ്ഥകൾ, അറക്കാൻ കൊണ്ടുവരുന്ന മൃഗങ്ങൾ അറവിനെ ഭയന്നുകൊണ്ട് ഓടുന്നു. ഈ ഭയന്ന ജീവിയെ കൊന്നുകൊണ്ട് മനുഷ്യൻ തിന്നുന്നു. ഇവിടെ എവിടെ കാരുണ്യമുള്ളത്? ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നോടും വെറുപ്പ് തോന്നും. പക്കാ ശരീരത്തിൽ പഠിച്ച ആൾക്കാർക്ക് ഇതൊന്നും ദഹിക്കില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂഫിസത്തിൻ്റെ വഴി അതൊരു വേറൊരു വഴിയാണ്. എന്നിട്ട് നമ്മൾ പഠിച്ച് വന്ന റൂട്ടൊന്നുമല്ല, അതൊരു വ്യത്യസ്തമായ വഴിയാണ്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പം ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഒന്ന് എറണാകുളം വരെ പോകണം. അപ്പോൾ എറണാകുളത്തേക്ക് പോകാൻ പല വഴികളുണ്ടാകും. നമ്മൾ പോയി പഠിച്ച അറിവ് വെച്ചുകൊണ്ട് ഒരു എളുപ്പത്തിൽ പോകാനുള്ള ഒരു റൂട്ടായിരിക്കും പൊതുവേ നമ്മൾ കണ്ടെത്തുന്നത്. ഒരു സൂഫിയുടെ അടുത്ത് ചെന്നിട്ട് എറണാകുളത്തേക്ക് പോണ കാര്യം പറഞ്ഞ് അദ്ദേഹം വിളിക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ദൂരം ചുറ്റിക്കറങ്ങി പോണ വഴി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, ഇതിലെ എളുപ്പ വഴിയുണ്ടായിരുന്നു, എന്നിട്ടാണ് അതിലേക്ക് ചുറ്റിപ്പോയാന്ന് നമ്മളുടെ ചിന്തയിൽ പോകും. പക്ഷെ അതിലേ പോകുന്നതിൽ എന്തോ കാര്യമുണ്ട് എന്ന് ചിന്തിക്കുന്നവനാണ് ഒരു നല്ല മുരീദായി മാറുന്നത്. മറ്റേത് സംശയമാണ്. സംശയമുള്ളവൻ എവിടെ ചെന്നാലും നിലനിൽക്കാൻ പറ്റില്ല, അവൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. അവൻ ഉയരും, ഉയർത്തി 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 അവനെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയിട്ട് താഴേക്കൊരിടലാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ബൈബിളിലും പറയുന്നത് ശത്രുവിനെ പന പോലെ വളർത്തുന്നത്. അപ്പോൾ നമ്മളായിരിക്കും ശത്രുവിനെ പന പോലെ വളർത്തും, സത്യവിശ്വാസിനെ കുരിശിലും തറക്കും. അപ്പോൾ വല്ലാത്തൊരു കഥയാണ്. ഇതൊക്കെ തിരിയണമെങ്കിൽ ഈ സൂഫിസത്തിൻ്റെ റൂട്ട് ശരിക്കൊന്ന് പഠിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഔലിയാക്കന്മാർ പലതരത്തിൽ അല്ല, ഔലിയാക്കന്മാരെല്ലാം ഒരേ റൂട്ടിൽ തന്നെയാണെങ്കിലും അവർ സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ അവർ ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. പല പദവിയിലുള്ളവരായിരിക്കും. എല്ലാം മറന്ന് അല്ലാഹുവിൽ അഭയം പ്രാപിക്കാൻ വേണ്ടി അവർ പോണ റൂട്ട് അത് ചിലപ്പോൾ നമുക്ക് ഒരിക്കലും ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ഒരു രീതിയിലായിരിക്കും, ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും, ചിലപ്പോൾ അവർ പോകുന്നത് തന്നെ അറിയില്ല. അങ്ങനെ പലതരത്തിൽ യാത്ര ചെയ്യുന്ന പലതരം ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനിടയിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും നാം ചെയ്തു കൊള്ളണമെന്നില്ല. കാരണം അവരെ പോലെ നമുക്കെന്തായാലും ആകാൻ പറ്റില്ല. അള്ളാഹു അവർക്കത് കൊടുത്തത് കൊണ്ടിട്ടാണ് അവർക്ക് അങ്ങനെ ആകാൻ കഴിയുന്നത്. അപ്പം അതുകൊണ്ട് ഔലിയാക്കന്മാരെ കുറിച്ചിട്ട് നമ്മൾ അറിയാനായിട്ട് നല്ലപോലെ ശ്രമിക്കണം. അത്തരം വിഷയങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അത്തരം ആളുകളെ കാണുകയും അവരുടെ കൂടെ കുറേ സഹവസിക്കാൻ കഴിയുകയും അവരിലൂടെ പല കാര്യങ്ങൾ കാണാൻ കഴിയുകയും അതുപോലെ തന്നെ പല അനുഭവങ്ങൾ കൊണ്ട് സംശയാലുവാകുകയും വിശ്വാസിയാവുകയൊക്കെ ചെയ്ത സന്ദർഭങ്ങളൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട്. ആദ്യം നമുക്ക് സംശയം തോന്നും, പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓ ഇങ്ങനെ ആയിരുന്നല്ലേ അതിൻ്റെ കാര്യം. കാരണം നമ്മളെ ആൾക്കാർക്കൊക്കെ ധൃതിയാണല്ലോ. ഇപ്പം ഞാൻ തന്നെ ഈ വീഡിയോയിൽ പറയുമ്പോൾ എനിക്ക് എൻ്റെ ശൈലിയിലല്ലേ പറയാൻ പറ്റുള്ളൂ. ചില ആൾക്കാർ പറയും വേഗത്തിൽ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് തീവണ്ടിയാണ്. എനിക്ക് എൻ്റേതായ ഒരു ശൈലി, ആ ശൈലിയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മളിവിടെ ഒരു സ്ക്രിപ്റ്റോ ഇതൊന്നും തയ്യാറാക്കി വെച്ചിട്ട് ഇങ്ങനെ വായിച്ചു പോണേല്ല. നമ്മളുടെ മനസ്സിൽ വന്ന കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്തൊക്കെയോ വരുന്നോ അതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ വന്ന് അങ്ങോട്ട് ഇരിക്കുമ്പോൾ എന്താണോ തോന്നുന്നത് അതൊക്കെ പറയും. പറഞ്ഞെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കേട്ടു നോക്കും എവിടെയെങ്കിലും വല്ല മിസ്റ്റേക്ക് ഉണ്ടോ.
കുഴപ്പമില്ല എന്ന് തോന്നിയാൽ ഞാൻ അങ്ങോട്ട് ഇടും. എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യും. പിന്നെ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഞാൻ മിസ്റ്റേക്ക് ഉള്ളതൊക്കെ ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് മിസ്റ്റേക്ക് ഉണ്ടാകാം. അതതിനെക്കുറിച്ച് വ്യക്തമായൊരു അറിവില്ലാത്തത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഔലിയാക്കന്മാരെ കുറിച്ചിട്ട്, ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ മനുഷ്യർ തന്നെയാണ്. പക്ഷെ അവർ ദൈവത്തിന് വേണ്ടി പണിയെടുത്തു, നമ്മളൊക്കെ കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്നു. ആ രണ്ട് വ്യത്യാസമുള്ളൂ. അവർ ദൈവത്തിന് വേണ്ടി പണിയെടുക്കുന്നു, നമ്മൾ കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്നു. പള്ളിയിലെ ഖത്തീബായാലും അവരും കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്. ജോലി നന്മ പറയലാണെങ്കിലും ശമ്പളം വാങ്ങിക്കൊണ്ട് കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ജോലി എടുക്കുന്നവരാണ് അവർ. ഔലിയാക്കൾ അതല്ല. ഔലിയാക്കൾ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരല്ല, അവർ അല്ലാഹുവിന് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. അത് നമ്മൾ ഓരോ ഔലിയാക്കന്മാരെയും എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരാളാണ് ശൈഖുന സി.എം. വലിയുല്ലാഹി. ജീവിതത്തെയും ആത്മീയ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള അവരുടെ കഥ പറഞ്ഞാൽ തീരുന്നതല്ല. പരിഹസിക്കാൻ ഇത്രയും ഒരു സിനിമ തിയേറ്ററിൽ റിലീസായി കഴിഞ്ഞാൽ കൊള്ളില്ല, പൊട്ടപ്പടം എന്ന് പറയാൻ സെക്കൻഡ് മതി. പക്ഷെ ആ ഒരു പടം ചിത്രീകരിക്കാൻ വേണ്ടി എടുത്ത ദിവസങ്ങൾ, അതിനുവേണ്ടി പ്രയത്നിച്ച പ്രയത്നങ്ങൾ, അതിനുവേണ്ടി അവർ സഞ്ചരിച്ച സഞ്ചാരങ്ങൾ, അതിനുവേണ്ടി മുടക്കിയ പണം, അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, പിന്നെ അതിൻ്റെ മറ്റിതര സാങ്കേതിക വിദ്യകളെല്ലാം, അങ്ങനെ കുറേ സമയങ്ങൾ എടുത്തുകൊണ്ട് അണിയിച്ചൊരുക്കി ആ വ്യക്തികൾക്ക് വളരെയധികം ഇഷ്ടം തോന്നിയ ഒരു കഥയാണെങ്കിലും അതവർ നിർമ്മിച്ച് അത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ജനം പറയുകയാണ് കൊള്ളില്ല. കഴിഞ്ഞു, കഥ കഴിഞ്ഞു. അപ്പോൾ കൊള്ളില്ല എന്ന് പറയാൻ എളുപ്പം കഴിയും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഇതുപോലെ തന്നെ വളരെയധികം പ്രയത്നിച്ച് അവരെ ശരിയാക്കാനാണ്, നാട്ടുകാരെ ശരിയാക്കാനല്ല. അവരെ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റങ്ങളും പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ട് ഓരോരുത്തരും അവരുടെ മുമ്പിലേക്ക് കടന്നേയില്ല. അവർ ബോർഡും വെച്ചിരിക്കണേല്ല, അങ്ങോട്ട് കയറി ചെല്ലണേന്. അങ്ങോട്ട് കയറി ചെന്ന് അവരിൽ നിന്ന് ഇങ്ങനെ ഗുണങ്ങളൊക്കെ കിട്ടിയിട്ട് എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം അവർക്ക് വലിയ പ്രശ്നമാണ്. പണ്ട് ഒരു പെണ്ണിന് വയറുവേദന വന്നപ്പോൾ ഇതുപോലെ ഒരു ഷെയ്ഖിൻ്റെ അടുക്കൽ കൊണ്ടുപോയി ചെന്നപ്പോൾ വയറുവേദന കൊണ്ട് നിക്കക്കള്ളിയില്ല. ഷെയ്ഖ് വയറ്റത്ത് കൈവച്ചിട്ട് പറഞ്ഞു, വയറുവേദന വേണ്ട. വയറുവേദന മാറി പെണ്ണിൻ്റെ, അപ്പം തന്നെ മാറി. പക്ഷേ പെണ്ണിനെ കൊണ്ടുവന്ന ഒരു പ്രശ്നമായി, പെണ്ണിൻ്റെ വയറുമ്മ തൊട്ടത് ശരിയായില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉള്ള കാരണം ഇന്നത്തെ കാലത്ത് ഔലിയാക്കന്മാരെ കാണാൻ വലിയ പാടാണ്. കാരണം ഇന്നത്തെ കാലത്ത് ജനങ്ങൾ വേഗം പിടിച്ച് കുരിശിൽ കയറ്റും. അതുകൊണ്ട് അവരെ നന്നാക്കാനുള്ള ശ്രമത്തിൽ എവിടെയെങ്കിലും ഒതുങ്ങിയും പതുങ്ങിയും ജീവിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് അത്തരം ഔലിയാക്കന്മാരെ കാണുന്നില്ല. പണ്ട് കാലത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതിപ്പോൾ പൊന്നാനി ഭാഗത്തൊക്കെ ചെന്നാൽ കാണാം, നിറയെ മക്ബറകളാണ്. അത്രയും ആൾക്കാരുണ്ടായിരുന്നു നല്ലവർ. ഇന്ന് കാണാനേ ഇല്ല. ഇന്ന് ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ്. ദുനിയാവിൻ്റെ ഭംഗി, ദുനിയാവിൻ്റെ ആസ്വാദനം, ദുനിയാവിലെ ആഗ്രഹങ്ങൾ. ഇപ്പോൾ ഭക്ഷണമൊക്കെ വീട്ടിലല്ല, ഇപ്പോൾ ഹോട്ടലിലാണ്. ഹോട്ടൽ കൊണ്ട് നിറഞ്ഞു, ഹോസ്പിറ്റൽ കൊണ്ട് നിറഞ്ഞു, രണ്ടും എച്ചിലാണ്. അപ്പോൾ എല്ലാവരുടെയും ഫുഡ് ഹോട്ടലിലാണ്, എല്ലാവരുടെയും കിടപ്പ് ആശുപത്രിയിലുമാണ്. വീട്ടിൽ കിടക്കാൻ സമയമില്ല. അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. നല്ലത് കേട്ട്, നല്ലത് ചിന്തിച്ച്, നല്ലത് പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമുക്കെല്ലാവർക്കും തെറ്റുപറ്റും. ആരും പരിശുദ്ധാത്മാക്കളൊന്നുമല്ല. നമ്മളെല്ലാവരും ചെളിയിൽ ചവിട്ടിയാണ് കാല് കഴുകി കയറണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ നടന്ന് ശുദ്ധമായ വഴി കണ്ടെത്താനൊന്നും പറ്റില്ല. കട്ടറും അതും ഇതൊക്കെ നിറഞ്ഞ വഴികളിലൂടെ തന്നെ വേണം ലക്ഷ്യസ്ഥാനത്തെത്താൻ. വണ്ടി ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങിയതാണ്. അതുകൊണ്ട് റോഡ് മുഴുവനും ക്ലിയർ ആയിരിക്കണം എന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല. പോണ വഴിയിലൊക്കെ കുഴിയുണ്ടാകും, ഗട്ടറുണ്ടാകും, മറ്റ് പലതും കിടപ്പുണ്ടാകും. ഇതൊക്കെ താണ്ടി വേണം നമുക്കൊരു ലക്ഷ്യസ്ഥാനത്തെത്താൻ. എന്നതുപോലെയാണ് ജീവിതവും. ആ യാത്രയിൽ നല്ലതും ചീത്തയൊക്കെ വന്ന് പെടും. അതെല്ലാം പരീക്ഷണങ്ങളാണ്, ആത്മീയ വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് പ്രത്യേകിച്ചും. അതുകൊണ്ട് അത്തരം ആളുകളെ കുറ്റം പറയാതെ, മനസ്സിലാകാത്തവർ
കുറ്റം പറയാതെ ഒഴിഞ്ഞു പോകും. നിങ്ങളത് അംഗീകരിക്കണ്ട. മനസ്സിലാക്കണവർ നല്ല രീതിയിൽ മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നതും കേട്ടുകൊണ്ട് ആരും നിൽക്കണ്ട. അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക. എല്ലാവരും അറിയാൻ ഞാനും എല്ലാം പഠിച്ച ആളൊന്നുമല്ല. എനിക്ക് മതപരമായ ഒരു അറിവുമില്ല. ഞാൻ ഒത്തുപള്ളിയിൽ 2ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ, സ്കൂളിൽ 8ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. പിന്നെ അനുഭവങ്ങളാണ്. യാദൃശ്ചികമായിട്ട് അള്ളാഹുവിൻ്റെ മശായിഖന്മാരായിട്ട് അടുക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അത് മുഖാന്തരം ആ കാലം മുതൽ ഈ സമയം വരെയും നമ്മളും ആത്മീയമായ സംസാരങ്ങളുമായി നടന്നപ്പോൾ നമുക്കും ഏറെ വേദനാജനകമായ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലരെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി മോശാനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും പ്രതികരിക്കാൻ പോകാതെ, അതിനോട് ഇതാകാതെ നമ്മൾ സ്വയം ഒതുങ്ങി, കാരണം ഇതെല്ലാം ഈ വഴിയിലുള്ളതാണ്. മറിയത്തിന് ഗർഭമാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വിദ്യയാണ്. അത് ഈ വഴിയിലുള്ളവർക്കെല്ലാം ഉണ്ടാകും. ആക്ഷേപങ്ങൾ ഉണ്ടാകും, പരിഹാസങ്ങളുണ്ടാകും, കുറ്റപ്പെടുത്തലുകളുണ്ടാകും. മടവൂർ ഷെയ്ഖിനെ വരെ പോലീസ് പിടിച്ചിട്ടും പോയിട്ടുണ്ട്. അതൊക്കെ വലിയ രസകരമായ കഥകളാണ്. റസൂലുള്ളാഹി തായിഫിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കല്ല് വലിച്ചെറിഞ്ഞുകൊണ്ട് എത്രയോ ക്രൂരമായി ഉപദ്രവിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ക്ലാസ് നടത്തിയപ്പോൾ അകത്തേക്ക് കയറി വന്ന് ചെരിപ്പ് കൊണ്ട് മുഖത്താഞ്ഞടിച്ചില്ലേ. അങ്ങനെ ഓരോ പ്രവാചകന്മാരും ഓരോ ഔലിയാക്കന്മാരും ഇത്തരം അനുഭവങ്ങളിൽ അവരെല്ലാം വേദന അനുഭവിച്ചിട്ടുണ്ട്. ഒരു ചരിത്രം ഓർക്കുമ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആ വഴിയിലേക്ക് വിശ്വാസം അർപ്പിച്ച് കടന്നു വന്നപ്പോൾ ശത്രുക്കൾ അവരെ പിടികൂടുകയും ഭാര്യയും ഭർത്താവിനെയും പിടികൂടുകയും ഷഹാദത്ത് കലിമ ചെല്ലരുതെന്നും അതിൽ നിന്ന് പിന്തിരിയണമെന്ന് പറഞ്ഞപ്പോൾ പിന്തിരിയാതെ നിന്ന ഭർത്താവിനെ ക്രൂരമായി കൊല്ലുന്ന കാഴ്ച കണ്ടുകൊണ്ട് നിന്നിട്ട് പോലും മനസ്സ് പതറാതെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് തൻ്റെ ഇടത്തോടുകൂടി പറഞ്ഞ ആ സ്ത്രീയെ ഒട്ടകത്തിൻ്റെ 2 ഒട്ടകങ്ങളുടെ 2 കാലിലേക്ക് അവരുടെ 2 കാലും വലിച്ചു കെട്ടിയിട്ട് ഇരുമ്പ് വഴിപ്പിച്ച് അവരുടെ ഗുഹ്യസ്ഥാനത്ത് കയറ്റി കൊലപ്പെടുത്തിയ ഒരു ചരിത്രം എൻ്റെ മനസ്സിനെ ഏറ്റവും വലിയ വേദനിപ്പിച്ച ഒരു കാര്യമാണ്. അത്രയും ത്യാഗം അനുഭവിച്ചുകൊണ്ട് മൺമറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട് ഈ ദീനിനെ ഇങ്ങനെ കൊണ്ടുവരാൻ. അതുകൊണ്ട് അല്ലാഹു നമ്മളെല്ലാവരെയും നന്മയിലേക്ക് ആക്കിത്തരട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്തു പോകാനുള്ള മനം കെട്ടി നൽകട്ടെ. പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ന് ദുആ ചെയ്യാൻ ഞാനാളല്ല, കാരണം പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതിനെ തരണം ചെയ്തു പോകാനുള്ള മനസ്സ് അല്ലാഹു നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് സംസാരിക്കാം.